ഓസ്ട്രേലിയയിലേക്ക് വരാമെന്നുള്ളത് ഒത്തിരി ആൾക്കാരുടെ സ്വപ്നമാണ് അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വരാറുള്ളത് ന്യൂസിലാൻഡിലേക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെ വരാൻ പറ്റും, ഒരു വിസ റെഡിയാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓസ്ട്രേലിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളൊരു സുവർണ്ണ അവസരമാണിത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നിനെക്കുറിച്ചല്ല, മെയ്റ്റ്സ് വിസയെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനോടകം പലരും ഈ വിസയെക്കുറിച്ച് കേട്ട് കാണും. ലോട്ടറി വിസ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസൊക്കെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ചാൻസാണ്, ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വിസയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിസയെക്കുറിച്ചും എങ്ങനെ ഇതിനെക്കുറിച്ച് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് മെയ്റ്റ്സ് വിസ? ഓസ്ട്രേലിയൻ സബ് ക്ലാസ് 403 എന്ന് പറയുന്നൊരു വിസ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ പുറത്ത് ഇന്ത്യയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കാനുള്ള ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയ ഗവൺമെൻറ് വർഷം 3000 പേർക്ക് കൊടുക്കുന്ന ഒരു വിസയാണ് ഈ മെയ്റ്റ്സ് വിസ. ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ബാലറ്റ് ഉണ്ട്, അതായത് പ്രീ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങളത് $25 കൊടുത്ത് നിങ്ങൾ ആ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം, ഇപ്പോൾ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ് കേട്ടോ, December 9 തുടങ്ങി January 1-2 വീക്ക് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും ആ ഒരു വെബ്സൈറ്റ് ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഇന്ത്യ ഗവൺമെൻറ്റും ഓസ്ട്രേലിയ ഗവൺമെൻറ്റും തമ്മിലുള്ളൊരു മ്യൂച്വൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഫലമായിട്ട് വന്നേക്കുന്നൊരു വിസയാണ്. ഇതൊരു തട്ടിപ്പല്ല. നിങ്ങൾക്ക് ആകെ കൂടി ഈ ഒരു ഇനീഷ്യൽ രജിസ്ട്രേഷന് ചിലവ് വരുന്നത് $25 ഓസ്ട്രേലിയൻ ഡോളറാണ്. അപ്പോൾ വൺസ് നിങ്ങൾ ആ ഒരു ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ, നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 3000 പേർക്ക് ഒരു ഇൻവിറ്റേഷൻ ലഭിക്കും. അങ്ങനെ ഇൻവിറ്റേഷൻ ലഭിക്കുന്നവർക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും 2 വർഷത്തെ വിസ, അതും വിത്ത് ഫാമിലി. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ബാക്ക്ഗ്രൗണ്ടാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണമെന്നില്ല, എന്ത് ജോലി നിങ്ങൾക്ക് ചെയ്യാം. 2 വർഷത്തെ ഓപ്പൺ വർക്ക് പെർമിറ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസരം ആരും പാഴാക്കി കളയരുത്. തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ത്രൂ ഔട്ട് ഇന്ത്യ ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിന് കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിച്ചിരിക്കുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് സേ ഫോർ ഇൻസ്റ്റൻസ് കേരള യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു വെബ്സൈറ്റ് ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിളാണ്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് IELTS ഓവറോൾ 6 വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കി അവർ ചോദിക്കുന്ന എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ഞാൻ ഈ സ്ക്രീൻഷോട്ടിൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് കണ്ട് നിങ്ങളാരും പേടിക്കേണ്ട, ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ഒന്ന് നിങ്ങൾ സന്ദർശിക്കുക. ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. $25 നിങ്ങൾക്ക് ആ കൂടി ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ ലക്ക് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആ രജിസ്ട്രേഷൻ കൊടുത്തിടുക. കാരണം നമുക്കറിയില്ല നമ്മുടെ ലക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫിൻടെക്, എൻജിനീയറിങ്, മൈനിങ്, അങ്ങനെയുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്കാണ് മെയിനായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ജനുവരി ലാസ്റ്റോടുകൂടി അറിയാൻ പറ്റുമോ ആർക്കൊക്കെയാണ് ഇൻവിറ്റേഷൻ ലഭിക്കുന്നതെന്ന്. കാരണം $25 ചിലവുള്ളൂ. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 വർഷത്തെ വിസയാണ് കിട്ടുന്നതെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയി നിങ്ങളുടെ വൈഫിനും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്കും അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ആ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ വേറൊരു എംപ്ലോയറെ കണ്ടെത്തുമോ, നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് PR-ന് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഫർദർ വിസയ്ക്കൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് ഇതുപോലെ ഒരു സുവർണാവസരം നിങ്ങൾക്കിനി കിട്ടിയെന്ന് വരില്ല. ഇതെല്ലാ വർഷവും വരും. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ എല്ലാ വർഷവും വരുമ്പോഴുള്ള അപ്ഡേറ്റ്സും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മറ്റുള്ള വിസകളെക്കുറിച്ചൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദിസ് ഈസ് ജെറിൻ സൈനിങ് ഓഫ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.